കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് കൗളാചാരം, കുലാചാരത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇടുക്കി വിഷൻ പ്രേക്ഷകർക്ക് അത് ഗംഭീരമായിട്ട് അത് ബോധ്യപ്പെടുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിലെല്ലാം പറയുകയാണ് ഞങ്ങൾ കൗളത്തിലാണ് പൂജ ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണാചാരം, വാമാചാരം, സമയാചാരം, ഇതൊക്കെ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പലരും ഇങ്ങനെ കൊളീക്കലായിട്ട് പോലും പറയാറുണ്ട്. പക്ഷേ അവരതിൻ്റെ പലപ്പോഴും ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടെന്ന് ആയിരിക്കില്ല പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെല്ലുവാണെങ്കിൽ ശാന്തിക്കാരൊക്കെ എങ്ങനെയാണ് അത് ഞങ്ങൾ കൗളത്തിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ വാമത്തിലാണ്, അല്ലെങ്കിൽ ദക്ഷിണത്തിലാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. സാധാരണക്കാർക്ക് ഇതൊന്നും ഈ ടെക്നിക്കൽ ടൈംസ് പിടികെട്ടാറേ ഇല്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ആചാരങ്ങൾ എങ്ങനെ രാംജിത്ത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചല്ലോ വാമാചാരം. വാമത്തെ വാസ്തവത്തിൽ ആചാരം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും വാമാചാരം എന്ന് പറയും. വാമം ഒരു ആചാരമായിട്ട് ആചാരം എന്ന് പറയാൻ പറ്റില്ല. ആചാരത്തിനും അപ്പുറത്തുള്ള ഒരു ആചരണത്തിൻ്റെ അപ്പുറത്തുള്ളൊരു കാര്യമാണ് വാമം. അത് പ്രകൃതിയുമായിട്ട് ചേർന്നുള്ളൊരു ജീവിതമാണ്. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചു, ഇപ്പം കാവിൽ കല്ല് വെക്കുന്നത്, കാവൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി കൗളത്തിൻ്റെ രീതിയിലേക്ക് വന്നു. ഇപ്പോൾ ഒരു മലയുടെ ചുവട്ടിൽ ഒരു കല്ലെടുത്ത് വെക്കുക, അല്ലെങ്കിൽ മലയെ തന്നെ ആരാധിക്കുന്നത്, അല്ല നദിയെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ വൃക്ഷത്തെ ആരാധിക്കുന്നത്. ഇവിടെ ഇടുക്കിയിലൊക്കെ ധാരാളം അതുണ്ട് വൃക്ഷാരാധന. വാമത്തിൻ്റെ പ്രാക്തന വാമ സംസ്കൃതിൻ്റെ ഭാഗമാണത്. കൗളം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അതിനൊരു സിസ്റ്റമാറ്റിക്കായി കുറച്ചും കൂടി ഒരു ക്രമം വന്നു. കൗളത്തിനൊരു കുലം ഉണ്ടായി, കുലത്തിനൊരു കുലനാഥൻ ഉണ്ടായി, കുലസങ്കേതം ഉണ്ടായി, അല്ലെങ്കിൽ കാവുണ്ടായി. അങ്ങനെയൊക്കെയാണ് കൗളം വരുന്നത്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുള്ളത് ആർട്ടിക്കിൾ ഓഫ് വർഷിപ്പ്, അതായത് ഉപയോഗിക്കുന്ന സാധനാ വസ്തുക്കൾ. ഇപ്പം മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം തുടങ്ങിയ കാര്യങ്ങൾ പഞ്ചമകാരങ്ങൾ എന്ന പേരിൽ കൗളത്തിൽ ഉപയോഗിക്കും. അപ്പോൾ കൗളത്തിൽ അതാണ് കൗളം. അതിന് പകരം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മദ്യത്തിന് പകരം തേനും പാലും മിക്സ് ചെയ്തത്, അല്ലെങ്കിൽ മാംസത്തിന് പകരം അട, അല്ലെങ്കിൽ വറപൊടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് ചെയ്യുന്നതിനെയാണ് ദക്ഷിണം എന്നാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വാമം എന്ന് പറയുമ്പോൾ ആളുകളെ പൊതുവുള്ള ധാരണ ഇടത്ത് കൈകൊണ്ട് ചെയ്യുന്നത്, ദക്ഷിണം വലത്ത് കൈകൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ്. വാസ്തവത്തിൽ അഭിനവഗുപ്തൻ, തന്ത്രത്തിലെ വലിയ വാക്കായിട്ടുള്ള അഭിനവഗുപ്തൻ ഇതിനൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നുണ്ട്. വാമം എന്ന് പറയുന്നത് നമ്മുടെ ഇടയാണെന്നാണ്. ഇടാനാഡി, നട്ടലിൻ്റെ ഉള്ളിൽ 3 നാഡി, ഇട, പിങ്കള, സുഷുമ്ന. അതിൽ ഇട ഇടത്ത് ഭാഗത്തുള്ള നാഡിയാണ്, ഓർക്ക എളുപ്പമുണ്ട്, ചന്ദ്രനാഡി എന്ന് പറയുന്നത്. പിങ്കള സൂര്യനാഡിയാണ്, വലത്ത് ഭാഗത്തുള്ള നാഡി. അതിന് നടുവ് കൂടിയാണ് സുഷുമ്ന എന്ന് പറയുന്ന നാഡിയുള്ളത്. അപ്പോൾ ഇടവാമവും പിങ്കള ദക്ഷിണവും നടുവിലുള്ള സുഷുമ്ന കൗളവുമാണെന്നാണ് അഭിനവത്തിൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ കുലപഥം എന്ന് പറയുന്നത്. അപ്പം വാസ്തവത്തിൽ കുലം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് ഒരർത്ഥം. കുലസങ്കേതപാലിനി എന്ന് പറഞ്ഞ ദേവി എന്നർത്ഥം. അപ്പോൾ ആരാണ് കുലസങ്കേതപാലിനി? ശരീരത്തെ സംരക്ഷിക്കുന്നവൾ. ശരീരം എന്ന് പറഞ്ഞാൽ കുലമാണെങ്കിൽ കുലസങ്കേതപാലിനി ആയിരിക്കുന്നവൾ ആരാ? ജീവനാണ്. മനസ്സിലായല്ലോ? ഉദാഹരണത്തിന് ജീവശക്തി ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ശരീരം മറ്റ് ജീവജാലങ്ങൾക്ക് തിന്നാനുള്ള അന്നം മാത്രമാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉറുമ്പും പാറ്റയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഇത് വീണിട്ട് വേണം തിന്നാൻ. അപ്പോൾ നമ്മൾ സത്യത്തിൽ എന്താ? നമ്മൾ ഒരു സഞ്ചരിക്കുന്ന അന്നമാണ്. നമ്മൾ വീണ മാത്രയിൽ അത് മറ്റൊരു ജീവജാലങ്ങൾ ആഹരിക്കും. അപ്പോൾ കുലസങ്കേതപാലിനി ആരാ? ദേവി ആരാ? ജീവനാ, അകത്തിരിക്കുന്നത്. പ്രാണശക്തിക്ക് ആധാരമായിരിക്കുന്ന കുണ്ടലിനിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ കുലം ഇരിക്കുന്നത് മൂലാധാരത്തിലാണ്. നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള ചക്രമായിട്ടുള്ള മൂലാധാരത്തിൽ. ആ മൂലാധാരത്തിലിരിക്കുന്നതാണ് ജീവശക്തി. ആ ജീവശക്തി മുകളിലേക്ക് നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊണ്ടുപോകുന്ന വിദ്യയാണ് വാസ്തവത്തിൽ കൗളം എന്ന് വിളിക്കേണ്ടത്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ പ്രാണശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ഉയർത്തിയെടുക്കുന്ന സംവിധാനം. കളരി കൗളമായിട്ട് ബന്ധപ്പെട്ടാന്ന് പറയാൻ കാരണം അതാണ്. കളരി ഒരു കൗള പ്രാക്ടീസാണ്. കാരണം ഭൂമിക്കടിയിലിരുന്ന് ഭൂമിയിൽ കാലുറച്ച് ചവിട്ടി ആ ഭൂമി തത്വത്തെ ഉണർത്തി അതിൽ ഉറങ്ങിക്കിടക്കുന്ന കുലശക്തിയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാം. ഭൂമിയിലെ ശക്തി തന്നെ നമ്മുടെ ഒരു ശരീരം ഒരു മീഡിയ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മൾ പ്രാണശക്തിയാക്കി എടുക്കുന്നത് വൺ ഓഫ് ദ വേ എന്ന് പറയും. അതെ. അപ്പം 55 രീതിയിലല്ലേ നമ്മൾ അതിൽ സാധാരണ കൗളമാർഗ്ഗത്തിൽ കൂടെ ഇങ്ങനെ ഈശ്വരനെ ആരാധിക്കാൻ വേണ്ടി പറയുന്നത്. അല്ല, അത് ഓരോ സിസ്റ്റത്തിനനുസരിച്ചാണ്. ഏത് ടെക്സ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇപ്പോൾ കൗളത്തിൽ ഇപ്പോൾ നമ്മൾ കൗളം എന്ന് പ്രധാനമായിട്ടും കേരളത്തിലൊക്കെ വിളിച്ച് വന്ന് അല്ലെങ്കിൽ അതനുസരിച്ച് ചെയ്തു പോകുന്നത് കുലാർണവ തന്ത്രം ബേസ് ചെയ്തിട്ടാണ്. കുലാർണവം അല്ലാതെ ഒരുപാട് ടെക്സ്റ്റുകൾ കൗളത്തിൽ നമുക്ക് കാണാൻ പറ്റും. കുലശിഖ, കുലചൂടാമണി, അങ്ങനെ ഒരുപാട് കുലരത്നോദരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടെക്സ്റ്റുകൾ
നമുക്ക് കൗളത്തിൽ കാണാൻ സാധിക്കും. അതല്ല ഈ അഭിനവത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ ബേസ് ചെയ്ത പുസ്തകങ്ങളാണ് ഇതെല്ലാം വരുന്നത്? അല്ല, അതൊക്കെ ആഗമങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ചിലതൊക്കെ. അപ്പോൾ കുലാർണവ ആഗമായിട്ടാണ് പറയുക. അപ്പം അതിനൊക്കെ അഭിനവഗുപ്തൻ അദ്ദേഹത്തിൻ്റെ തന്ത്രാലോകത്തിൽ റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് കുലം എന്ന് പറഞ്ഞാൽ, കൗളം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശാലമായൊരു പദ്ധതിയാണ്, അതിന് പ്രാണനായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. വാമം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ആരാധനാ രീതികളാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാന തത്വം ഒന്ന് തന്നെ. ദക്ഷിണം എന്ന് പറയുമ്പം സാധാരണ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം, ദക്ഷിണം എന്ന് പറയുമ്പം ഉച്ചനീചത്വങ്ങൾ ഉള്ള ഒരു ക്രമം. അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം, കാവിലെ ഉടയോനെ തൊട്ടാൽ അയിത്തല്ല, അശുദ്ധിയില്ല. പക്ഷേ ഗണപതി ഹോമം ചെയ്യാൻ പോകുന്ന ഒരു സാധകൻ ഉള്ളോട്ട് കയറി പോകുമ്പോൾ, അമ്പലത്തിൽ കയറി പോകുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ വരാൻ കാരണം അത് ആ ദേവതയും ഉപാസകനും ഉപാസ്യവും രണ്ട് തട്ടിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഉപാസകൻ വേറെയും ഉപാസ്യം വേറെയാണ്. അപ്പോൾ അതുമായിട്ട് ഉള്ള ഇടപെടൽ. ഇപ്പോൾ ഗണപതി ഹോമത്തിന് നമ്മൾ തേങ്ങ കടിച്ച് നോക്കാൻ ചിലപ്പം ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും. ഈ ഗണപതി ഹോമത്തിന് കൊട്ടത്തേങ്ങ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി അടുത്തിരിക്കുമ്പോൾ പിള്ളേർ ചിലപ്പോൾ എടുത്ത് വായിലിടും, ഉടനെ ചീത്ത വെക്കും. നീ കഴിച്ച് ഉച്ചിഷ്ടാണോ കൊടുക്കുക. എന്നാൽ അതേ സമയത്ത് കൗളത്തിൽ ഉച്ചിഷ്ട ഗണപതി ഉണ്ട്, മനസ്സിലായല്ലേ? അപ്പം ഗണപതിക്ക് കടിച്ചത് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ കടിച്ചത് മാത്രം കൊടുക്കേണ്ട ഗണപതി ഉണ്ട് കൗളത്തിൽ, മനസ്സിലായി? അപ്പോൾ ആ രണ്ട് ഗണപതി നമ്മൾ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? അതുപോലെ ഉച്ചനീചത്വങ്ങൾ, ശുദ്ധാശുദ്ധങ്ങൾ, നിത്യാനിത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ശുദ്ധം അശുദ്ധം, ഉച്ചനീചത്വം, അതായത് ദേവത മുകളിൽ ഞാൻ താഴെ, ദേവതേൻ്റെ താഴെ ദേവതയെ പൂജിക്കുന്ന ആൾ, അതിൻ്റെ താഴെ അതിനെ പ്രാർത്ഥിക്കുന്ന ആൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഹൈറാർക്കി ഉണ്ടാവും. അതാണ് പൊതുവിൽ കണ്ടുവരുന്ന ഒരു രീതി. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദക്ഷിണമെന്ന് പറഞ്ഞാൽ കൗളം പോലെ തന്നെ വിശാലമായൊരു പദ്ധതി, പന്ഥാവാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെയുള്ളത് സമയമാണ്. സമയാചാരം എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ മനസ്സിലാക്കാൻ പല തെറ്റായ ധാരണകളുമുണ്ട്. സമയാചാരം കേവലം ആന്തരികമായ ക്രമമാണ്, ബാഹ്യവിധാനങ്ങളല്ല സമയത്തിൻ്റെ വിഷയം. ബാഹ്യപൂജ സമയത്തിൻ്റെ വിഷയമല്ല. ഒരു ശ്രീചക്ര പൂജ പുറത്താണ് കൗളന്മാരും ദക്ഷിണാചാരികളൊക്കെ ചെയ്യുന്നതെങ്കിൽ സമയാചാരി ചെയ്യുന്നത് അത് അകത്താണ്. അപ്പോൾ ശുഭാഗമ പഞ്ചകം എന്ന് പറയുന്ന ടെക്സ്റ്റുകളുണ്ട്. അതൊക്കെയാണ് സമയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറയാറുള്ള ഗ്രന്ഥങ്ങൾ. അപ്പോൾ അതാണ് സമയാചാരം എന്ന് പറയുമ്പം കുറച്ചും കൂടി ആന്തരികമായ അന്തർയാഗക്രമം എന്ന് പറയാം. അകത്തേക്കുള്ള യാഗക്രമം. പ്രത്യേകിച്ച് പൂജയ്ക്കുള്ള ഉപാധികളൊന്നും ഇല്ലാതുള്ള ഉപാധി അവനവൻ തന്നെ ഉപാധി. വേറെ മണി അടിക്കുക അതുപോലെ ഇല്ല, ഒന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവനവൻ തന്നെ, വേറെ ഒന്നും ഉപാധിയില്ല. അകത്താണ് എല്ലാ പരിപാടിയും. അപ്പോൾ അത് ശാക്തേയത്തിലേക്ക് വരുമോ? അല്ല, ശാക്തേയം എന്ന് പറയുന്നത് ശക്തിയെ ഉപാസിക്കുന്ന രീതിയാണ്. ശക്തിയെ ഇപ്പോൾ എങ്ങനെ വേണം ഉപാസിക്കാം. നിങ്ങൾക്ക് ദക്ഷിണാചാരത്തിൽ ഉപാസിക്കാം, കൗളത്തിൽ ഉപാസിക്കാം, സമയത്തിൽ ഉപാസിക്കാം. ശക്തി എങ്ങനെ വേണം ഉപാസിക്കാം. ശക്തിയെ ഉപാസിക്കുന്നതൊക്കെ ശാക്തേയ. പക്ഷേ നോർത്ത് മലബാറിൽ ശാക്തേയം എന്ന് പറഞ്ഞാൽ കൗളത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക തരം പൂജാരീതിക്കാണ് കളരി പൂജ അല്ലെങ്കിൽ ശാക്തേയ പൂജ എന്നൊക്കെ വിളിക്കുന്നത്. ശരിക്കും ശാക്തേയം എന്ന് പറഞ്ഞാൽ അർത്ഥം ശക്തി ഉപാസന എന്നാണ്. ശക്തി എങ്ങനെയാണോ ഉപാസിക്കുക. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഈ മൂന്നിനും എടുത്തു പറയാത്തൊക്കെ ഏതെങ്കിലും ഒരു ആരാധനക്രമമുണ്ട്. നമുക്ക് ക്ഷേത്രങ്ങൾ ഇതാണെങ്കിൽ പറയാം. ഇപ്പോൾ ദക്ഷിണാചാര, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ദക്ഷിണാചാര രീതിയാണ്. ഇപ്പോൾ ഗുരുവായൂരമ്പലം ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ചോറ്റാനിക്കര ക്ഷേത്രം, മേൽക്കാവും കീഴ്ക്കാവും. നോക്കൂ, മേൽക്കാവിൽ ദക്ഷിണാചാര, കീഴ്ക്കാവിൽ കൗളാചാര. ഓ ശരി. അപ്പം താഴെ കീഴ്ക്കാവിൽ എല്ലാ മകാരങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ഇനി അതെ, മകാര പഞ്ചമങ്ങൾ ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങൾ 13 കാവുകൾ കേരളത്തിലെ. ഇപ്പോൾ മന്നംപുറത്ത് കാവ് മുതൽ പനയനാർ കാവ് വരെയുള്ള 13 ശാക്തേയ കാവുകളിൽ പൂർണ്ണമായിട്ടും കൗളാചാര രീതിയിൽ പൂജ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ ഇനി കുറച്ചും കൂടി വാമം എന്നൊക്കെ പറയുന്നത് തെയ്യത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലം, കുറച്ചും കൂടി വാമമായിട്ട് ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം. ഇപ്പോൾ മുത്തപ്പനെ തൊട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ, ഇവിടെ ഞങ്ങൾ ഋതംബരയിൽ മുത്തപ്പൻ ഉണ്ടായിരുന്നു, തെയ്യം ഉണ്ടായിരുന്നു. മുത്തപ്പനെ തൊടുകയോ പിടിക്കുകയോ മുത്തപ്പനോട് വർത്താനം പറയുകയോ ഒക്കെ ചെയ്ത ഒരു പ്രശ്നമില്ല. പക്ഷെ ഗുരുവായൂരപ്പനെ പോയിട്ട് ഗുരുവായൂരപ്പനെ പൂജ ചെയ്യുന്ന ആളെ തൊടാൻ പറ്റുമോ? പറ്റില്ല, സാധിക്കത്തില്ല. അതാണ് വ്യത്യാസം. അപ്പം ഈ ഒരാളെ നമ്മൾ ജപിക്കാൻ കയറുന്ന അല്ലെങ്കിൽ ഒരു സാധകൻ അല്ലെങ്കിൽ അവിടുത്തെ പൂജാരിയെ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ ശാന്തിക്കാരനെ തൊടാൻ പാടില്ല എന്നുള്ളത് വെക്കുന്നത് അത് ഉച്ചനീചത്വങ്ങളായിട്ട് ചില ആൾക്കാർ കരുതുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും അല്ല, അത് അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥയും അയിത്വമായിട്ടൊന്നും ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അല്ലാതെ അത് തെറ്റാണ് അങ്ങനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൊഴാൻ പോകുന്ന നമ്പൂരി തന്നെ തൊട്ടാലും അയാൾക്ക് അശുദ്ധി ഉണ്ട്. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അതായത്